നമസ്കാരം. എല്ലാവർക്കും അർജുൻ ആൻഡ് അസോസിയേറ്റ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നമ്മൾ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് യൂട്യൂബ് വഴി കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ട് വാസ്തുവിനെക്കുറിച്ചും അതിൻ്റെ തുടക്കം എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അത് എല്ലാവർക്കും അത് സ്വീകാര്യമാണെന്ന് കരുതുന്നു. അതോടൊപ്പം ഞാൻ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, ഞാൻ തന്നെ ഇത്രയും വർഷത്തിനിടയിൽ ചെയ്ത വാസ്തുപരമായിട്ട് ചെയ്തിട്ടുള്ള വീടുകളുടെ വിശേഷങ്ങൾ കൂടി ഉൾപ്പെടുത്തി വീടും പ്ലാനും എന്നുള്ള ഒരു പുതിയ സെഗ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കുകയുണ്ടായി. അതിൽ ആദ്യത്തെ വീടും പ്ലാനും എന്നുള്ള അതിൽ തന്നെ നല്ല ഒരു പ്രതികരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം അത്തരം വീടുകൾ കേരളത്തിൽ അപൂർവമാണ്. പഴയ കാലത്തുള്ള നാലുകെട്ടും തറവാടുകളും ഒക്കെ നമ്മൾ കണ്ട് അത് ഇന്നത്തെ തലമുറയ്ക്ക് ഇനി അതുപോലെ ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇതിന് തുടക്കം കുറിച്ചത്. അത് 2004 പൂർത്തിയാക്കിയ ഒരു വീടാണ്. അത് നല്ല അഭിപ്രായം, അത് കണ്ടിട്ട് നല്ല അഭിപ്രായം വന്നു. ഏതായാലും അത് വീക്ഷിച്ച് അതിനെ എന്നോട് സഹകരിച്ച എല്ലാ പേർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞും കൊണ്ട് ഈ മൂന്നാമത്തെ വീടിൻ്റെ, രണ്ടാമത്തെ വീട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ വീട് എൻ്റെ പതിവ് ശൈലിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതാണ്. എന്ന് വെച്ചാൽ 2024 ഞാൻ പൂർത്തിയാക്കിയ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വാസ്തുവിദ്യ അനുസരിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഡിസൈനും കൺസ്ട്രക്ഷനും ഞാൻ പൂർത്തിയാക്കിയത്. ഇത് നേരിട്ട് ഞാൻ നിന്ന് ചെയ്ത് പൂർത്തിയാക്കി കൊടുത്ത ഒരു വീടും കൂടെ തന്നെയാണ്. ഡിസൈൻ മാത്രമല്ല, പൂർത്തിയാക്കിയ വീടാണ്. ഇതിൻ്റെ എലിവേഷനും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതെന്ന് വ്യത്യസ്തമായിട്ട് ഒരു കൊളോണിയൽ ടച്ചോടുകൂടി ഒരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം അതിൻ്റെ ഇൻറ്റീരിയറും പൂർണ്ണമായിട്ടും ഇന്നത്തെ ആധുനിക ജീവിതശൈലിയായിട്ട് യോജിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീരിയറും കൂടെ ചെയ്ത് പൂർത്തിയാക്കിയ ഒരു വീടാണ് ഇത്. ഈ വീട്ടുടമസ്ഥൻ നെയ്യാറ്റിൻകരയാണ്. അദ്ദേഹവും ഫാമിലിയും അമേരിക്കയിലാണ്. അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വരുമ്പോൾ എന്നെപ്പറ്റി കേട്ടറിയുകയും എന്നെ വന്ന് ഓഫീസിൽ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോയി സ്ഥലം നോക്കി അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ ഡിസൈനും കൺസ്ട്രക്ഷനും ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് 25 സെൻറ്റാണ് ഈ പ്ലോട്ടിൻ്റെ ഡയമെൻഷൻ. 25 സെൻറ്റുണ്ട്. അവിടെ ഇവരുടെ ഒരു പഴയ വീടുണ്ട്. ആ വീട് നഷ്ടപ്പെടാതെ അതിനെ നിലനിർത്തിക്കൊണ്ട് ഒരു വീട് പണിയുക എന്നാണ് അവരുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ശരിക്കും ആദ്യം കണ്ടപ്പോൾ നമുക്ക് അതിനെ പൊളിച്ച് അല്ലാതെ ഒരു നല്ല വീട് അവിടെ പണിയാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് തോന്നി. എങ്കിലും വാസ്തുപരമായിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ ഇതിൻ്റെ കോമ്പസ് വെച്ച് നോക്കി സ്ഥാനനിർണ്ണയം നടത്തിയപ്പോൾ ആഗ്രഹം പൂർണ്ണമായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ രീതിയിൽ ഒരു പ്ലാൻ തയ്യാറാക്കാനായിട്ട് കഴിഞ്ഞു. അതിന് എന്താണ് ഇത് കാരണമെന്ന് പറഞ്ഞാൽ, കോമ്പസ് വെച്ച് ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു 40 സെൻറ്റിന് താഴെ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം, 4 ഖണ്ഡങ്ങളാക്കി. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു. അതിൽ നിരീതി ഖണ്ഡത്തിലോ ഈ മനുഷ്യഖണ്ഡത്തിലോ ആണ് വീട് പണിയേണ്ടത്. ഇത് 25 സെൻറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ശാസ്ത്രം പറയുന്നത്? അവിടെ ശാസ്ത്രം പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ പ്ലോട്ട് മനുഷ്യഖണ്ഡമായിട്ട് ഞങ്ങൾ സങ്കല്പിക്കുകയും അതിനെ നമ്മളതിൽ ഒരു വീടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് അത് പൂർത്തിയാക്കേണ്ടതെന്നാണ് വാസ്തുശാസ്ത്ര പ്രകാരം പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി ബാക്കിലോട്ട് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക്, ആ വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഞാൻ വീട് ഒതുക്കുകയും അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആ പഴയ വീടിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ഞാൻ പൂർത്തിയാക്കിയത്. അത് നമ്മൾ അതിൻ്റെ എലിവേഷൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ റോഡിൽ നിന്ന് വീട്ടിലേക്ക് നോക്കുമ്പോൾ പഴയ വീട് ഒരു സൈഡിൽ തന്നെ ഉണ്ട്. അത് ഓടിട്ട ഒരു വീടാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ അമ്മ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവർക്കത് പൊളിച്ച് കളയാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അത് നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യണമെന്നുള്ളതായിരുന്നു അവരുടെ ഒരേ ഒരു ആവശ്യം.
എന്നിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് അതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡിസൈനിലേക്ക് പോയത്. അവർക്ക് 3 കുട്ടികളാണുള്ളത്. 2 ആൺമക്കളും ഒരു പെൺകുട്ടി. അതിൽ മൂത്ത മകൻ്റെ കല്യാണം ഈ വീട്ടിൽ വെച്ചാണ് പാലുകാച്ച കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 6 മാസം ആവുന്നതേ ഉള്ളൂ. അത് അവരുടെ ആ ഒരു ആഗ്രഹപ്രകാരം നല്ല ഒരു ഭവനം അവർക്ക് കിട്ടിയെന്നുള്ള നല്ല ഒരു സന്തോഷം അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ നമുക്കത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. വാസ്തുപരമായിട്ടും വീടിനെ പറ്റിയുള്ള അത്യാവശ്യം കാര്യങ്ങൾ ഈ സെഗ്മെൻറ്റിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ചെയ്ത വീടുകളെ പറ്റി അതിൻ്റെ കൺസ്ട്രക്ഷൻ അടക്കമുള്ള ഒരു സെഗ്മെൻറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് വരും ദിവസങ്ങളിൽ ഞാൻ ഞാൻ ചെയ്ത വീടിൻ്റെ പ്രത്യേകതകൾ, അത് എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണ്, അതിൻ്റെ വുഡ് എങ്ങനെയാണ്, അതിൻ്റെ ഫ്ലോർ എങ്ങനെയാണ്, എന്തൊക്കെ വർക്കുകൾ നമുക്ക് അതിനകത്ത് താല്പര്യപ്പെട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ള വിശദമായിട്ട് അത് അടുത്ത ഇതിലേക്ക് നമുക്ക് പോകാം. എങ്കിലും ഞാൻ ചുരുക്കി ഈ വീടിൻ്റെ വാസ്തുവും അതിൻ്റെ നിർമ്മാണവും ഒരു ഏകദേശ രൂപം നമുക്ക് ഇതുകൊണ്ട് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നല്ലോ, ഇത് 25 സെൻറ്റാണ്. ആ 25 സെൻറ്റിൽ വാസ്തുപരമായിട്ട് ആ പ്ലോട്ടിനെ നമ്മൾ ഷേപ്പാക്കി അതിൽ ഒരു സ്ക്വയർ ഉണ്ടാക്കി ആ സ്ക്വയറിനകത്താണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ 2241 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ 1899 സ്ക്വയർ ഫീറ്റും, അങ്ങനെ ടോട്ടൽ 4140 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്ടിൻ്റെ ടോട്ടൽ കൺസ്ട്രക്ഷൻ ഏരിയ അല്ലെങ്കിൽ ബിൽട്ടപ്പ് ഏരിയ. അപ്പോൾ 4140 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണിത്. ഇതിൻ്റെ ഓരോ ഇതും പൂർണ്ണമായിട്ട് വാസ്തുവിദ്യ അനുസരിച്ചിട്ട്, അതാണ് ഞാൻ അടുത്തടുത്ത് പറയുന്നത്, വാസ്തുവിദ്യ അനുസരിച്ചിട്ട് തന്നെയാണ് മോഡേൺ പ്ലാൻ ആയാലും ഞാൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അടുത്ത് ഈ വീട്ടിൻ്റെ മറ്റ് വിഷയത്തിലേക്ക് കടക്കാം. വീട് 25 സെൻറ്റിലാണ് നമ്മൾ പണിതിരിക്കുന്നത്. അതോടൊപ്പം 4241 സ്ക്വയർ ഫീറ്റുമാണ്. അപ്പോൾ ഈ 4241 സ്ക്വയർ ഫീറ്റിൽ അതിൻ്റെ വാസ്തുപരമായിട്ടുള്ള കണക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റളവെന്ന് പറഞ്ഞത് 80 അങ്കുലത്തിലാണ് അതിൻ്റെ കണക്ക്. ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റളവ് ഞാൻ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2241 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ 1849 സ്ക്വയർ ഫീറ്റും, അങ്ങനെ 4140 സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ ടോട്ടൽ ഏരിയ. ഇതാണ് അതിൻ്റെ മെഷർമെൻറ്റ്. ഇനി ഇതിൻ്റെ വാസ്തുപരമായിട്ട് നോക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 80 അങ്കുലം എന്നുള്ള ഒരു കണക്ക് വരണമെങ്കിൽ അതിൻ്റെ ചുറ്റളവ് 21 10 അങ്കുലവും അല്ലെങ്കിൽ 15.42 മീറ്ററും വീതി 18 അങ്കുലം 13.5 മീറ്ററുമാണ് അതിൻ്റെ ദീർഘ വിസ്താരം. അപ്പോൾ അത് 80 അങ്കുലത്തിലുള്ള ചുറ്റളവിലേക്കാണ് ഞാൻ ഈ കണക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 80 അങ്കുലം എന്ന് പറഞ്ഞത് നമുക്ക് ധ്വജയോനിയുടെ കണക്കാണ്. ധ്വജയോനിയുടെ കണക്കെന്ന് പറയുമ്പോൾ വീട് കിഴക്കും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഞാൻ ആ വീട്ടിൻ്റെ ഡിസൈൻ വാസ്തുപരമായിട്ട് ഞാൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ അതിൽ നിന്ന് മനസ്സിലായല്ലോ, വാസ്തുപരമായിട്ട് നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണ്, വീട് എവിടെയാണ് ഇരിക്കുന്നത്, അതിന് കൊടുക്കാവുന്ന ഉത്തമമായ കണക്ക് ഏതാണെന്നുള്ളതാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ മുറികളുടെ കണക്കിലേക്ക് പോകാം. മുറികളുടെ ഗ്രൗണ്ട് ഫ്ലോർ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് 2 ബെഡ്റൂമാണ് താഴെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂം, ഒരു ഹാള്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോറ്, അതോടൊപ്പം ഒരു സ്റ്റെയർ കേസ്, അതിൻ്റെ അടിവശത്ത് നമുക്ക് അതിൻ്റെ യൂട്ടിലിറ്റി ഏരിയ, ഒരു കോമൺ ടോയ്ലറ്റ്. ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ടുള്ളത്. ആ വന്നിട്ടുള്ളത് ഓരോന്നിൻ്റെയും വാസ്തുപരമായ മെഷർമെൻറ്റ് കൂടി നമുക്ക് പരിശോധിക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. അതിൽ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തുള്ളത് മാസ്റ്റർ ബെഡ്റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവെന്ന് പറയുന്നത് 6 കോൽ 22 അങ്കുലവും 5 കോൽ 14 അങ്കുലം. സെൻറ്റിമീറ്ററിലാണെങ്കിൽ 402 × 498 സെൻറ്റിമീറ്ററാണ് ആ ബെഡ്റൂമിൻ്റെ ചുറ്റളവ്.
അപ്പോൾ അത് 25 കോൽ ചുറ്റളവിലാണ് ആ ബെഡ്റൂം വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം 5 കോൽ 14 അങ്കുലവും 6 കോൽ 6 അങ്കുലവും അങ്ങനെ 23 കോൽ 16 അങ്കുലത്തിൻ്റെ കണക്കിലാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അത് സെൻറ്റിമീറ്റർ പറയുകയാണെങ്കിൽ 450 × 402 അങ്ങനെ 2 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഹാളാണെങ്കിൽ ഇത്തിരി നല്ല രീതിയിൽ വലുപ്പം വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഹാളാണ്. അതിൻ്റെ അളവെന്ന് പറഞ്ഞത് 12 കോൽ 4 അങ്കുലവും 6 കോൽ 16 അങ്കുലവും ടോട്ടൽ 37 കോൽ 16 അങ്കുലം എന്നുള്ള ചുറ്റളവിലാണ് ഇതിൻ്റെ ഡ്രോയിങ് ഹാള് സ്വീകരണ മുറി തയ്യാറാക്കിയിരിക്കുന്നത്. വാസ്തുപരമായിട്ടുള്ള മെഷർമെൻറ്റാണ്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വളരെ പ്രധാനമായിട്ട് പറയേണ്ടത് കിച്ചണാണ്. അതൊരു ഓപ്പൺ കിച്ചണിലായിട്ടാണ് അത് പിന്നെ നമ്മൾ പൂർത്തിയാക്കിയത്. ഡൈനിങ് ഹാളും കിച്ചണും തമ്മിൽ ഒരു പിന്നെ ഓപ്പൺ ലെവലിൽ. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ ആധുനിക രീതിയിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കിച്ചണും അതിനോടനുബന്ധിച്ച് ഒരു ഡൈനിങ് ഏരിയയും അതിൽ വാഷ് കൗണ്ടറും ക്രോക്കറി ഷെൽഫും ഒക്കെ നമ്മളതിനകത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി കിച്ചൻ്റെ അളവിലേക്ക് നമുക്ക് പോകാം. കിച്ചണാണെങ്കിൽ 4 കോൽ 22 അങ്കുലം 5 കോൽ 14 അങ്കുലം എന്നുള്ള ചുറ്റളവ് 21 കോൽ ചുറ്റളവിലാണ് കിച്ചൻ്റെ വാസ്തു മെഷർമെൻറ്റ്. അതോടൊപ്പം തന്നെ നമ്മൾ ലിവിങ് ഹാളിനും കഴിഞ്ഞിട്ട് നമുക്ക് കോമൺ ആയിട്ട് ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൈനിങ് ഏരിയയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ നമ്മൾ ഓപ്പോസിറ്റായിട്ട് കാണുമ്പോൾ സ്റ്റെയർ കാണുന്നുണ്ട്. ആ സ്റ്റെയറിൻ്റെ അടിവശം യൂട്ടിലിറ്റി വളരെ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തി അവിടെ ഒരു ചെറിയൊരു കോമൺ ടോയ്ലറ്റും നമ്മളിതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ആധുനിക സൗകര്യങ്ങളും കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതിൽ പ്രധാനമായിട്ട് വീടിൻ്റെ മുൻവശം ഒരു പ്രധാന വാതിലുണ്ട്. ആ വാതിലെന്ന് പറഞ്ഞത് അതിമനോഹരമായിട്ടുള്ള കൊത്തുപണിയോടുകൂടിയ ഒരു വർക്കാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അത് വാസ്തുപരമായിട്ട് നമ്മൾ കണക്കും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ഈ മെയിൻ ഡോർ കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ ആണ് സ്വീകരണ മുറി. ആ സ്വീകരണ മുറിയിലെ വടക്ക് കിഴക്കേ ഭാഗത്ത് ഒരു പൂജാമുറി നിങ്ങൾ ശ്രദ്ധിക്കുകയോ. ആ പൂജാമുറിയിലെ ഒരു ഭംഗിയാൽ അതെന്തെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നമ്മുടെ സ്വന്തം പണിക്കാരെ വെച്ച് വർക്ക്ഷോപ്പിൽ വെച്ച് പണിത് കൊടുത്തതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത്തരം വർക്കുകൾ പഴയ കാലത്തുള്ള കൊട്ടാരങ്ങളിലും മനകളിലും അവർ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണ സഹിതം അത് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ള ആ പൂജാമുറി നിങ്ങൾ ശ്രദ്ധിക്കുക. ആ പൂജാമുറി വടക്ക് കിഴക്ക് ഭാഗത്ത് പൂജാമുറി ഇരിക്കേണ്ട സ്ഥാനത്ത് വളരെ കൃത്യമായിട്ട് ഒരു നല്ല പൂജാമുറി ഇതിനകത്ത് വാസ്തുപരമായിട്ട് ഞാനതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറ് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് നമ്മളൊരു സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോൾ അടുത്ത് വരുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ. ആദ്യം ചെന്ന് കയറുന്നത് വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസാണ്. അത് കഴിഞ്ഞ് 3 ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ളത്. നമുക്ക് 3 ബെഡ്റൂം ഉള്ളതിൽ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് വാസ്തുപരമായിട്ട് പറയുകയാണെങ്കിൽ 6 കോൽ 22 അങ്കുലവും 5 കോൽ 14 അങ്കുലവും വരുമ്പോൾ 25 കോലിൽ താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഈ മുകളിലത്തെ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്, ഡ്രസ് ഏരിയ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം മുകളിൽ എന്ന് പറഞ്ഞാൽ ബെഡ്റൂം നമ്പർ 4 അത് 5 കോൽ 14 അങ്കുലവും 6 കോൽ 6 അങ്കുലം അങ്ങനെ 23 കോൽ 16 അങ്കുലമാണ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ അളവ്. അത് സെൻറ്റിമീറ്ററിൽ നമ്മൾ പറയുകയാണെങ്കിൽ 450 × 402 സെൻറ്റിമീറ്ററാണ് ആ ബെഡ്റൂമിൻ്റെ ചുറ്റളവ്. അഞ്ചാമത്തെ ബെഡ്റൂമാണെങ്കിൽ 5 കോൽ 20 അങ്കുലവും 6 കോൽ 16 അങ്കുലവുമുള്ള 25 കോൽ ചുറ്റളവിലുള്ള ഒരു ബെഡ്റൂമാണ്. അത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ 420 × 480 സെൻറ്റിമീറ്ററാണ്. ഇങ്ങനെയാണ് ആ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കതിൻ്റെ വാസ്തുപരമായിട്ടുള്ള മുറികളുടെ കണക്കുകൾ ഞാൻ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ അകവശത്തുള്ള വാസ്തുപരമായിട്ടുള്ള മെഷർമെൻറ്റും അതിൻ്റെ കണക്കും കാര്യങ്ങളും ഞാൻ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അത്യാവശ്യം വേണ്ടുന്ന ഇൻറ്റീരിയറിൻ്റെ ഫോട്ടോയും നമ്മൾ ഇതിനോട് ഉൾപ്പെടുത്താം.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോ റൂമും അതിൻ്റെ കണക്കുകളൊക്കെ ആയി. ഇനി ഇതിൻ്റെ പുറമേ ഉള്ള കണക്കുകളിലേക്കാണ് ഞാൻ വരുന്നത്. 25 സെൻറ്റെന്ന് ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞു. ആ 25 സെൻറ്റിൽ വീട് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, വാസ്തുപരമായിട്ട് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറയാം. ഒന്ന്, ആദ്യമായിട്ട് കിഴക്ക് വീടും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഞാൻ ആ വീടിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ വീട് നമ്മൾ പണിതിരിക്കുന്നത് വാസ്തുപരമായിട്ട്. അപ്പോൾ അതിൽ പഴയ തറവാട് നമുക്ക് ഈ എലിവേഷൻ തന്നെ നോക്കിയാൽ മനസ്സിലാവും. അതൊരു സൈഡിൽ തന്നെ അവിടെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ വിശാലമായിട്ടുള്ള കുറച്ച് ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു രീതിയിലൊരു തീരുമാനം എടുത്ത് ഒരു ഡിസൈനിലേക്ക് പോയപ്പോൾ അവർക്ക് വളരെ അതിശയം തോന്നുന്ന രീതിയിലാണ്. കാരണം ആദ്യം ആ പറമ്പ് വന്ന് കണ്ടാൽ ഒരാൾക്കും അവിടെ ഒരു നല്ല വീട് വയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ ആയിരുന്നു ആ സ്ഥലം കിടന്നത്. അപ്പോൾ വീട് ഞാൻ ബാക്കിലോട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ പറഞ്ഞപ്പോൾ ആദ്യം വീട്ടുടമസ്ഥനും കുടുംബത്തിനും അത് അങ്ങ് ഒരുപാട് ബാക്കിലായിപ്പോയില്ലേ, അവിടെ കാട് പോലെ അല്ലേ എന്നുള്ള ഞാൻ പറഞ്ഞ അതല്ല. അതിൻ്റെ 2 രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഒന്ന്, വാസ്തുപരമായിട്ട് അതിൻ്റെ സ്ഥാനം അവിടെയാണ്. രണ്ടാമത്, അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ആ വീടിൻ്റെ ഭംഗി എത്രമാത്രം മാറുമെന്നും അതിൻ്റെ മുറ്റവും ലാൻഡ്സ്കേപ്പിങ്ങും എത്ര മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ തീർച്ചയായിട്ടും അവർക്കും അത് സന്തോഷമായി. ആ വീട് പണിത് കഴിഞ്ഞപ്പോഴാണ് പൂർണ്ണമായിട്ട് ഞാൻ കണ്ട ആ ഇത് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്ത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൽ ആ ഒരു സൈഡിൽ പഴയ വീടിരിക്കുന്നു. ആ പഴയ വീടിന് ദോഷം വരാത്ത തരത്തിൽ കറക്റ്റായിട്ട് മധ്യസൂത്രം അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തിട്ടാണ് ഈ പ്ലാന് ഞാൻ അവിടെ ലൊക്കേറ്റ് ചെയ്ത് ആ വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നോക്കൂ, ആ നേരെ സെൻട്രൽ ലൈൻ നമ്മൾ പോയിട്ട് അതിൻ്റെ ഏറ്റവും റോഡിലേക്ക് വരുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഗേറ്റ് അതിൻ്റെ ആ സെൻട്രലായിട്ട് അതിലൊരു ചെറിയ ഗമനം വെച്ചിട്ടാണ് ആ മധ്യസൂത്രം ഞാൻ കറക്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ വീട്ടിലേക്കുള്ള എൻട്രൻസ് മെയിൻ ഗേറ്റ് അതിൻ്റെ ഇടതുവശത്തായിട്ട്, വീട്ടിൽ നിന്നകത്ത് നോക്കുമ്പോൾ ഇടതുവശത്തായിട്ട് ഒരു ഗേറ്റ് കൊടുക്കുകയും ബാക്കി ബൗണ്ടറി ക്ലിയറായിട്ട് കെട്ടിത്തിരിച്ച് അതിൽ ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ ചെയ്ത് ഭംഗിയാക്കി എടുത്തപ്പോൾ ഒരു ഒരു സൃഷ്ടി. നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് അതിൻ്റെ ഡിസൈനർക്ക് അല്ലെങ്കിൽ ആ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നവർക്ക് ഇതൊരു കലാസൃഷ്ടിയുടെ ഒരു സങ്കല്പം. ഞാൻ ഇത്രയും വർഷം കൊണ്ട് ആർജിച്ച ഒരു പ്രധാന കാര്യം, ഗൃഹനിർമ്മാണം ഒരു പവിത്രമായിട്ടുള്ള യജ്ഞമാണെന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച ഒരു തത്വം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു സ്ഥലം പോയി കാണുമ്പോൾ തന്നെ അതിൻ്റെ വീട് എവിടെ ഇരിക്കണം, ആ വീട് എങ്ങനെ ആയിരിക്കണം, അത് എൻ്റെ ദർശനം എങ്ങോട്ടാണ്, അത് വാസ്തുപരമായിട്ട് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ അതെങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എലിവേഷൻ കിട്ടും എന്നുള്ള ഒരു ഉൾക്കാഴ്ച അത് നമ്മൾ ഈ ക്യാമറയിൽ നമുക്ക് ഇത്രയും വർഷത്തെ പരിചയം കൊണ്ട് എനിക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുകയും അത് ആ വീട്ടുടമസ്ഥരുടെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ ആണ് ഇങ്ങനെയുള്ള സൃഷ്ടികൾ, വീടുകൾ ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഞാൻ ഈ അവസരം നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാസ്തുപരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എലിവേഷൻ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത് ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അതിൻ്റെ വീടിൻ്റെ നമ്മൾ മുറ്റത്ത് നോക്കുമ്പോൾ വീടിന് ചുറ്റും ഒരു വാസ്തു സ്ക്വയർ, മിനിമം ലെവലിലുള്ള ഒരു വാസ്തു സ്ക്വയർ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ വീട് ഇരിക്കുന്ന അതിൻ്റെ തെക്ക് വശവും കിഴക്ക് വശവും പടിഞ്ഞാറ് വശവും വടക്ക് വശവും ഒരേ അളവിലല്ല, അത് വ്യത്യസ്തമായിട്ട് വാസ്തുപരമായിട്ടുള്ള മെഷർമെൻറ്റ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. തെക്ക് വശം കുറവ്, അവിടെ നമുക്ക് 5 അടി 1.5 മീറ്ററും, കിഴക്ക് വശത്ത് 2.2 മീറ്ററും, വടക്ക് വശത്ത് 2.2 മീറ്ററും, പടിഞ്ഞാറ് വശത്ത് എലിവേഷൻ അങ്ങോട്ടായതുകൊണ്ട് അവിടെ ഈ 3 അടത്തേക്കാൾ അല്പം കൂടുതൽ ഇട്ടിട്ടാണ് വാസ്തുപരമായിട്ട് ഇതിൻ്റെ സ്ക്വയർ നമ്മൾ പറയുന്ന വീട്ടിൻ്റെ ഒരു കണക്ക് എന്നുവെച്ചാൽ പറമ്പ് ഇറഗുലർ ഷേപ്പിലാണല്ലോ അവിടെ കിടക്കുന്നത്. അപ്പോൾ അതിനെ ഒരു വീട്ടിൻ്റെ സ്ക്വയറിനകത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് സൂചിപ്പിച്ചത്. പലപ്പോഴും
എൻ്റെ അനുഭവത്തിൽ എന്നെ വന്ന് കാണുന്ന ഒരുപാട് ആളുകൾ സംശയം പറയുന്നത്, ഒരു വീട് വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഏതെങ്കിലും വാസ്തുവിദ്യ ഒരാളിനെ വിളിച്ച് കാണിക്കുമ്പോൾ അവർ വന്ന് ഒരു മനയൊക്കെ ഉണ്ടാക്കി അവിടെ കെട്ടി സ്ക്വയർ, അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ പറ്റുന്നത് ഈ രീതിയിലാണ്. കാരണം ഞാൻ 25 സെൻറ്റുള്ള സ്ഥലം, അതിൽ 4500 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു വീട് പണിതു. ആ വീടിൽ മിനിമം ആ വസ്തുവിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് അതിനെ ഒരു വാസ്തു സ്ക്വയറിനകത്താക്കിയാണ് ഞാൻ ഈ വീട് പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പ്രത്യേകം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്, വാസ്തു സംബന്ധിച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ശരിയായ കാര്യങ്ങൾ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതേപടി വിഴുങ്ങാതെ പ്രായോഗികമായിട്ട് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത് അങ്ങനെ ഒരു വീട് പണിത് അവർക്ക് കൊടുക്കുമ്പോഴാണ്, അതിൽ താമസിക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റേതായ ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ ഈ ഓരോ വീട് പണിത് കഴിയുമ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം, അത് ഇതുവരെ നമ്മൾ മനസ്സിലാക്കി പോകുന്നത് ഈ ഒരൊറ്റ വിഷയം, അത് നമ്മൾ ചെയ്യുന്നതിലുള്ള സത്യസന്ധതയും ഗുരുത്വവും കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ വീട് തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മോഡേൺ സ്റ്റൈലിൽ, അത് പൂർണ്ണമായിട്ട് കൊളോണിയൽ എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം ആ ഒരു സ്റ്റൈലുമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഒരു നല്ല വീട്, നല്ല ഭംഗിയുള്ള ഒരു വീടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് നിങ്ങൾക്കും അതിനെ വിലയിരുത്താം. അങ്ങനെ നമ്മൾ വാസ്തുപരമായിട്ട് ഈ വീട് ഞാൻ പൂർത്തിയാക്കി ആ വീട്ടുടമസ്ഥരുടെ അനുഭവങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ അടുത്ത സെഗ്മെൻറ്റിൽ ഓരോ വീടിൻ്റെയും അതിൻ്റെ വീട്ടുടമസ്ഥർ അവർ പറയുന്ന അനുഭവം നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റും. അപ്പോഴും ഞാൻ അത് ഷെയർ ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ എത്രയോ വീടുകൾ 2 സ്റ്റൈലിലും, കേരളീയ ശൈലിയിലും ആധുനിക ശൈലിയിലും ഞാൻ ഇതുവരെ പൂർത്തിയാക്കി കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൂടുതൽ വീടുകൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അത് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതെല്ലാം നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.